ഒരു ചോദ്യം ഇവിടെ കിട്ടിയിട്ടുള്ളത്, ഒരു സംശയം ഒന്ന് വിശദീകരിച്ചു തരുവാൻ വേണ്ടി മാത്രമാണ് താഴെ പറയുന്ന ചോദ്യം ഉന്നയിക്കുന്നത്. അസ്ഹാബുൽ കഹ്ഫ് എന്ന കൂട്ടരെ പിരിശം വെച്ച് അവരെ തുടർന്ന നായക്ക് അള്ളാഹു സ്വർഗത്തിൽ പ്രത്യേക തോപ്പും അനുവദിച്ചു കൊടുത്തു എന്ന് ചില കിതാബുകളിൽ നാം വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാലിഹീങ്ങളായ അസ്ഹാബുൽ കഹ്ഫുകളെ സ്നേഹിച്ച് ബഹുമാനിച്ച് നായക്ക് അള്ളാഹു ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു എങ്കിൽ ഔലിയാക്കളെയും ബദരീങ്ങളെയും ബഹുമാനിക്കുന്ന മനുഷ്യർക്ക് ഒട്ടേറെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ പക്കൽ നിന്നും കൊടുത്തുകൂടെ എന്നാണ് സംശയം. ഇൻഷാ അല്ലാഹ് അത് ഫضലുക്കുമിൽ തന്നെ വിശദീകരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പണ്ട് കുറെ മുന്നേ, ഇപ്പോഴൊന്നല്ല, അസ്ഹാബുൽ കഹ്ഫിന്റെ നായി സ്വർഗത്ത് പോയാലും വഹാബിൽ സ്വർഗത്ത് പോകില്ല എന്ന് പറയാറുണ്ട് മുസ്ലിയാക്കന്മാര്. ഇപ്പോൾ പിന്നെ വല്ലാണ്ട് കേൾക്കലില്ല. കാരണം അസ്ഹാബുൽ കഹ്ഫിന്റെ നായ, അതായത് ഈ ഗുഹയിൽ കുറച്ച് ആളുകൾ ഉറങ്ങിയല്ലോ, അപ്പൊ ആ ഗുഹാമുഖത്ത് ഒരു നായിരുന്നു. വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീത്. ഇങ്ങനെ കൈ കുത്തിയിട്ട് അവിടെ തന്നെ ഇരുന്നു. ആ ഇരുത്തം ആ ഗുഹാവാസികൾ ഉറങ്ങിയ അത്രയും കൊല്ലം ഇരുന്നത്, അത് ആ ഗുഹാവാസികളുടെ ഉറക്കം എപ്രകാരം കറാമത്തായിരുന്നോ, അവർക്ക് അള്ളാഹു താല ചെയ്തു കൊടുത്ത സഹായമായിരുന്നോ, അതേപോലെ അള്ളാഹു താല ചെയ്തു കൊടുത്തൊരു സഹായമാണ് സംരക്ഷണം എന്ന നിലക്കൊരു നായി അവിടെ ഇരിക്കുക എന്നുള്ളത്. അതുള്ളത് തന്നെയാണ്. ആ നായ ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകുമെന്നോ സ്വർഗത്തിൽ നായ്ക്കൊരു തോട്ടുണ്ടെന്നോ പ്രാമാണികമായി സ്വഹീഹായ നിലക്ക് വന്നിട്ടുള്ള ഹദീസുകൾ വന്നിട്ടില്ല. സ്വഹീഹായ ഹദീസുകളിലൊന്നും സ്വർഗം നായ്ക്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം നരകവും സ്വർഗവും അള്ളാഹു താല നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് മുക്കല്ലഫുകളായ ആളുകൾക്കാണ്. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമങ്ങളും ശാസന വിധിവിലക്കുകളും പാലിക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ. ആ നായിന്റെ അവിടെ ഇരുത്തം അത് ഇവിടെ ഔലിയാക്കളല്ലേ എന്ന് കരുതി ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഇരുന്നതല്ല, ആ നിയത്തോടു കൂടി ഇരുന്നതുമല്ല. അത് അള്ളാഹു താല അവർക്ക് വേണ്ടി സംവിധാനിച്ചു കൊടുത്തതാണ്. ഏതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്വഹാബി മരിച്ചു. ശത്രുക്കൾ സ്വഹാബിയുടെ മൃതദേഹം വികൃതമാക്കാൻ വേണ്ടി ആയുധങ്ങളുമായി വന്നു. ആ സ്വഹാബിന്റെ ചുറ്റും കടന്നൽ കൂട്ടം വന്നു. ശത്രുക്കൾക്ക് ഓടിപ്പോകേണ്ടി വന്നു. ഇനി കടന്നലുകളൊക്കെ സ്വർഗത്തിലുണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? അതൊരു കറാമത്താണ് അള്ളാഹു താല. അപ്പൊ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കും, അവരെ രക്ഷിക്കും, അവർക്ക് പ്രത്യേകമായ പരിഗണന കൊടുക്കും. സംശയമില്ല. കറാമത്തിന്റെ വ്യത്യസ്ത വകഭേദങ്ങളാണ് അതൊക്കെ. ആ നിലക്കാണ് ഈ ഗുഹാമുഖത്തും ഒരു നായ ഇരുന്നത്. അപ്പൊ ആ നായ ഒരു സൽക്കർമ്മം എന്നുള്ള നിലക്കോ ഔലിയാക്കന്മാരെ സ്നേഹിക്കണം എന്നുള്ള നിലക്കോ ഇതിലൂടെ എനിക്ക് സ്വർഗത്ത് പോകണം എന്നുള്ള നിലക്കോ ചെയ്ത കാര്യം അല്ല. ഇതാണ് ചോദ്യത്തിന്റെ ഒരു വശത്തിന്റെ ഒരു മറുപടിയായി നൽകാനുള്ളത്. രണ്ടാമത്തത്, ഔലിയാക്കന്മാരെയും അതേപോലെ ഇത്തരം ആളുകൾക്ക് നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ അതിന്റെ പേരിൽ അള്ളാഹു തആല ഖൈറും ബർക്കത്തും നന്മയൊക്കെ തരൂലേ എന്നാണ്. സ്വാഭാവികമായും തീർച്ചയായും നമ്മൾ ഔലിയാക്കന്മാരെ സ്നേഹിക്കണം, സംശയമില്ല. അള്ളാഹു തആല പഠിപ്പിക്കുന്നുണ്ട് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ആദാലി വലിയൻ, എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ശത്രുവാണ് ആര്? ഔലിയാക്കന്മാരെ ശത്രുവായി കാണുന്നവൻ. അപ്പൊ ഔലിയാക്കന്മാരെ സ്നേഹിക്കൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയുടെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. പക്ഷെ സ്നേഹം എന്നുള്ള പേരിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് വിമർശന വിധേയമായിട്ടുള്ളത്. ഇപ്പൊ ഒന്ന് സ്നേഹിക്കാന്ന് പണ്ട് എന്താ ചെയ്യുന്നത്? അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. യാ സാഹിബൽ ബഗ്ദാദി കുല്ലി നാസിരി. മൊയ്യദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് എഴുതിയ മൊയ്യദ്ദീൻ മാലയിൽ 333 വകയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബഗ്ദാദിൽ മറമാടപ്പെട്ട മൊയ്യദ്ദീൻ ഷെയ്ഖെ കുല്ലി നാസിരി, എന്നെ സഹായിക്കണം. അപ്പൊ അത് ശരിയല്ല. അത് അവരോടുള്ള ബഹുമാനമല്ല, ആദരവല്ല, അത് ആരാധനയാണ്. അത് പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഖുതുബിയത്തിലും കാണാം, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പേരെന്താണ്? അത് അവരെ ബഹുമാനിക്കലാണ്, ബഹുമാനമല്ല. ബഹുമാനിക്കണ്ടാന്നോ ആദരിക്കണ്ടാന്നോ സ്നേഹിക്കണ്ടാന്നോ എന്നോ അല്ല നമ്മൾ പറയുന്നത്. മുൻഗാമികളായ നമ്മുടെ എല്ലാ നല്ല ആളുകളെയും നമ്മൾ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അത് ഇസ്ലാമിന്റെ ഭാഷയാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് പിന്നീട് വരുന്ന ആളുകൾ. അവ പ്രാർത്ഥന, അവരെ ആദരവ്, സ്നേഹം, പിന്നെ അവര്
കാണിച്ചു തന്ന മാതൃകാപരമായ ജീവിതം നമ്മളും കൊണ്ടു നടത്തുക. ഗുഹാവാസികളായ ആ അസ്ഹാബുൽ കഹ്ഫ് എന്തുകൊണ്ട് അവർ ഗുഹയിൽ എത്തിപ്പെട്ടത്? അവർ ജീവിച്ച നാട്ടിലെ രാജാവ് ശിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിപ്പിച്ചു. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളതിൽ നിൽക്കൂല. അപ്പൊ ആ രാജാവ് സമയം കൊടുത്തു. ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ ഇപ്പൊ സ്വീകരിച്ച യഥാർത്ഥമായ ഒരു വിശ്വാസം എന്ന് പറയുന്ന നിങ്ങളുടെ വിശ്വാസം ഉണ്ടല്ലോ, അതിന് പിന്മാറി ഈ നാട്ടിൽ ഞാൻ പറയുന്ന വിശ്വാസവും ആചാരവും ഉണ്ട്, അതിന്റെ കൂടെ നടക്കണം, അല്ലെങ്കിൽ തല ഉണ്ടാവൂല എന്ന് പറഞ്ഞു രാജാവ്. അപ്പ ചെറുപ്പക്കാര് രാജാവിനെ വിട്ട് നാടുവിടാണ് പേടിച്ചിട്ട് അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട്. ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അല്ലാഹുക്ക് പുറമെ ഒരാളെ ഞങ്ങൾ വിളിച്ച് ദുആ ചെയ്യൂല. അത് പറഞ്ഞിട്ട് അവർ പോയി. അതുകൊണ്ട് അവർ ഔലിയാക്കന്മാരായത്. എന്നിട്ടോ ഈ ഔലിയാക്കന്മാരെ പേര് പറഞ്ഞിട്ട് നമ്മൾ ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കും ചെയ്യുക, അതിന് നായിന് തെളിവാക്കും ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും എന്തൊരു തെളിവല്ല, അവരുടെ മദ്ഹ് എന്ന പേര് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവല്ല. ഇതാണ് വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുവാനുള്ളത്.